നമസ്കാരം. വീണ്ടും അടി തിരിച്ചടി. പ്രസംഗം ആവർത്തിച്ച് എം മണി MLA. CPM നെടുങ്കണ്ടം ഏരിയ സമ്മേളനത്തിലാണ് എം മണി വീണ്ടും വിവാദ പരാമർശം നടത്തിയത്. ഗാന്ധിജി തിരിച്ചു തല്ലാത്തതിനാലാണ് വർഗീയ ശക്തികൾ വെടിവെച്ചു കൊന്നത് എം മണി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന പരാമർശത്തിന് പിന്നാലെ വീണ്ടും ന്യായീകരണ പ്രസംഗവുമായി CPM മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ എം മണി. ഗാന്ധിജി തിരിച്ചു തല്ലാത്തതിനാലാണ് അദ്ദേഹത്തെ വർഗീയവാദികൾ വെടിവെച്ചു കൊന്നതെന്നാണ് എം മണി പറഞ്ഞത്. CPM നെടുങ്കണ്ടം ഏരിയ സമ്മേളനത്തിലായിരുന്നു എം മണിയുടെ പരാമർശം. തല്ലുകൊണ്ടിട്ട് വീട്ടിൽ പോകുന്നതല്ല, അടിച്ചാൽ തിരിച്ചടിക്കണമെന്നതാണ് നമ്മുടെ നിലപാട്. അടിച്ചാൽ കേസൊക്കെ വരും, അതിന് നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് കോടതിയെ സമീപിക്കണം. ഇതൊക്കെ ചെയ്തതാണ് താൻ ഇവിടെ വരെ എത്തിയതും പാർട്ടി വളർന്നതും. തല്ലേണ്ടവരെ തല്ലിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇതൊക്കെ കൊടുത്ത് ഇനി എന്നെ കുഴപ്പത്തിലാക്കരുതെന്നും എം മണി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഡിസംബർ 7 ഇടുക്കി ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിൽ എം മണി നടത്തിയ അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന പരാമർശം വിവാദത്തിന് വഴിവെച്ചിരുന്നു. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും താനടക്കമുള്ള നേതാക്കൾ അടിച്ചിട്ടുണ്ടെന്നും അന്ന് പ്രസംഗിച്ച് നടന്നിരുന്നെങ്കിൽ പ്രസ്ഥാനം കാണില്ലെന്നുമാണ് എം മണി പറഞ്ഞത്. നമ്മളെ അടിച്ചാൽ പ്രതിഷേധിക്കുക, തിരിച്ചടിക്കുക. എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പിന്നെ തല്ലുകൊള്ളാനേ നേരം കാണും. അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ വേണം. ഞാനൊക്കെ പല നേതാക്കന്മാരെയും നേരിട്ടടിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. തങ്ങളുടെ പല നേതാക്കളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിനെയെല്ലാം നേരിട്ടിട്ടുമുണ്ട്. പ്രതിഷേധിക്കുന്നത് ആളുകളുടെ കൂടെ നിർത്താനാണ്. അടിച്ചാൽ തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗമാണ് സ്വീകരിക്കേണ്ടത്. പ്രസംഗിച്ച് മാത്രം നടന്നാൽ പ്രസ്ഥാനം നിലനിൽക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ ബലപ്രയോഗം സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നുമ്പോഴാണ് എം മണി ചൂണ്ടിക്കാട്ടി. നമ്മുടെ എത്ര അണികളെയാണ് കൊന്നിരിക്കുന്നത്? കാമരാജ്, തങ്കപ്പൻ, അയ്യപ്പദാസ്, എത്ര പേരാണ്? അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ വേണം എന്നും പറഞ്ഞ് നാളെ മുതൽ കവലയിൽ ഇറങ്ങി തല്ലുണ്ടാക്കാൻ നിന്നാൽ നമ്മുടെ കൂടെ ആരും കാണില്ല. തിരിച്ചടിക്കുമ്പോൾ ആളുകൾ പറയണം, അത് കൊള്ളാം, അത് വേണ്ടിയിരുന്നു എന്ന് അവർക്ക് തോന്നണം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കണം. മണിസാർ ചെയ്തത് ശരിയായില്ല എന്ന് ആളുകൾക്ക് തോന്നിയാൽ പ്രസ്ഥാനം കാണുമോ? കാണില്ല. തിരിച്ചടിച്ചത് ശരിയായി എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് ശരിയാണ്, അല്ലെങ്കിൽ അല്ല. അതാണ് ബലപ്രയോഗത്തിന്റെ നിയമം. കമ്മ്യൂണിസ്റ്റുകാർ ബലപ്രയോഗം സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് അത് ശരിയാണ് എന്ന് തോന്നുമ്പോഴാണ്. അവർ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും, പ്രസ്ഥാനം ദുർബലപ്പെടും എന്നാണ് മണി പറഞ്ഞത്.